അറിവിൻ്റെ അക്ഷയഖനിയിൽ നിന്നും നന്മയുടെ പൊൻകിരണങ്ങൾ തെളിയിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ 104-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ സംഗമവും സാഘോഷം കൊണ്ടാടുന്ന ഈ അവസരത്തിൽ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പിന്നിൽ പ്രവർത്തിച്ച സുമനസ്സുകളുടെ ത്യാഗോജ്വലമായ സേവനങ്ങൾക്ക് മുൻപിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ സാദരം സമർപ്പിക്കുന്നു. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട ബെർക്കുമാൻസ് കുന്നുംപുറത്തച്ഛൻ്റെ നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളും അസിസ്റ്റന്റ് മാനേജർ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോവാനി കുറുവാച്ചിറ അച്ഛൻ്റെ പ്രോത്സാഹനവും ഈ സ്കൂളിൻ്റെ വളർച്ചയുടെ നാഴികക്കല്ലുകളാണ്. പുതുതായി ചാർജ് എടുത്ത അസിസ്റ്റന്റ് മാനേജർ ബഹുമാനപ്പെട്ട അബ്രാഹം കുഴിമുള്ളിൽ അച്ഛന് ഹൃദ്യമായ സ്വാഗതം. 8 ഡിവിഷനുകളിലായി 165 കുട്ടികളും കാർമൽ നഴ്സറി സ്കൂളിൽ 60 കുട്ടികളും അധ്യയനം നടത്തുന്നു. കുട്ടികളുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന 9 അധ്യാപകരും ഭക്ഷണം പാകം ചെയ്യുന്ന ശ്രീമതി മേരിക്കുട്ടി സണ്ണിയും LP സ്കൂളിലും 3 അധ്യാപകരും 1 അനധ്യാപികയും കാർമൽ നഴ്സറി സ്കൂളിലും സേവനമനുഷ്ഠിക്കുന്നു. PTA പ്രസിഡന്റ് ശ്രീ ദീപു സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്കു വേണ്ടി ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി യത്നിക്കുന്ന PTA-യും ഈ സ്കൂളിന്റെ നേട്ടങ്ങളുടെ അടിത്തറയായി നിലകൊള്ളുന്നു. ഈ വർഷം പുതുതായി LP സ്കൂളിലെത്തിയ 52 കുട്ടികൾക്കും കാർമൽ നഴ്സറി സ്കൂളിലെ കുട്ടികൾക്കും ജൂൺ 2 പ്രവേശനോത്സവത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ബഹുമാനപ്പെട്ട ജോവാനി കുറുവാച്ചിറ അച്ഛൻ അധ്യക്ഷത വഹിച്ച യോഗം ശ്രീമതി ലിസമ്മ മത്തച്ചൻ ഉദ്ഘാടനം ചെയ്തു. കാർമൽ നഴ്സറി സ്കൂൾ മാനേജർ സിസ്റ്റർ അനിജ മരിയ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി. രാമൂർ SHLP സ്കൂളിന്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന സുസജ്ജമായ PTA ആണ്. എല്ലാ വിധത്തിലുള്ള കഴിവുകളുള്ള ഒരു കൂട്ടം സേവന സന്നദ്ധരായ അർപ്പണ മനോഭാവമുള്ള മാതാപിതാക്കളുടെ ഒരു സമ്മിശ്ര കൂട്ടായ്മയാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു LP സ്കൂളായി നമ്മുടെ സ്കൂൾ മാറിയത്. 2025-26 പ്രവർത്തന വർഷത്തിന് മുന്നോടിയായിട്ടുള്ള ആദ്യ PTA മെയ് മാസം 16-ാം തീയതി നമ്മുടെ സ്കൂളിൽ ചേർന്നു. ഹരിത പാഠശാലയിലെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ഉണർവോടെ ചെയ്യാമെന്നുള്ള കാര്യം കൃഷിയുടെ ഇൻചാർജായ ഡെൻസിലിയേട്ടനും ബിനീഷിയേട്ടനും ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് വിശദമായ പ്ലാനിങ് നടത്തി. നമ്മുടെ സ്കൂളില് ഒരു സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട അധ്യാപകരുടെ ആവശ്യപ്രകാരം PTA അത് ഏറ്റെടുക്കുകയും അതനുസരിച്ച് ഒരു സ്മാർട്ട് ക്ലാസ് റൂം വളരെ ഭംഗിയായിട്ട് സജ്ജീകരിക്കുകയും ചെയ്തു. സ്റ്റേജിലെ നമ്മുടെ വെളിച്ചത്തിന്റെ ദൗർലഭ്യം മനസ്സിലാക്കി നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ഹരീഷ് ആർ കൃഷ്ണ നമ്മുടെ സ്റ്റേജിലേക്ക് 2 സ്പോട്ട് ലൈറ്റുകൾ സ്പോൺസർ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇന്നും നമ്മുടെ SHLP സ്കൂൾ കൂടുതൽ ഉണർവോടെ മുന്നേറുന്നു. കുട്ടികളിൽ ഇംഗ്ലീഷ് മലയാളം ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുന്നതിനായി സ്പെല്ലിംഗ് ബീ മത്സരം നടത്തിവരുന്നു. ഇംഗ്ലീഷ് മലയാള ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുവാൻ പ്രത്യേക പരിശീലനം നൽകുന്നു. ഇംഗ്ലീഷ് മലയാളം 5 വാക്കുകൾ വീതം നൽകി എല്ലാ ദിവസവും ക്ലാസ് തല മത്സരം നടത്തി ഓരോ ആഴ്ചയിലും വിജയിക്കുന്ന കുട്ടികൾക്ക് 100 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി വരുന്നു. ഇതുവഴി കുട്ടികളിൽ ഇംഗ്ലീഷ് മലയാള ഭാഷാ നൈപുണ്യം വികസിപ്പിക്കുവാനും പഠനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുവാനും സാധിച്ചു. ഭാഷാ നൈപുണ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇംഗ്ലീഷ് ഗ്രാൻഡ് ഫിനാലയുടെ സമ്മാനദാനം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബെർക്കുമാൻസ് കുന്നുംപുറത്തച്ഛനും ശ്രീ മാണി സി കാപ്പൻ MLA-യും ചേർന്ന് നിർവഹിച്ചു. 1ാം സമ്മാനം ജിയന്ന മേരി മെൽബി 1501 രൂപ, 2ാം സമ്മാനം എഫ്രൈൻ തോമസ് 1001 രൂപ, 3ാം സമ്മാനം റോസ്മേരി തോമസ് 501 രൂപ. മലയാളം ഗ്രാൻഡ് ഫിനാലയുടെ സമ്മാനദാനം രാമപുരം AEO ശ്രീമതി ജോളിമോൾ ഐസക്കും സൂപ്രണ്ട് മനോജ് സാറും ചേർന്ന് നിർവഹിച്ചു. 1ാം സമ്മാനം നിവേദ്യ രഞ്ജിത്ത് 1501 രൂപ, 2ാം സമ്മാനം ശിവിക വിഷ്ണു 1001 രൂപ, 3ാം സമ്മാനം റോസ്മേരി തോമസ് 501 രൂപ. ഇംഗ്ലീഷ് ഭാഷാ വ്യാകരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ബഡ്സ് ടു ബ്ലൂം തയ്യാറാക്കി. ഭാഷകളും ഗണിതവും മെച്ചപ്പെടുത്താനായി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും മുൻപന്തിയിലും മധ്യതലത്തിലും നിൽക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തക്ക വിധത്തിലുള്ള ഒരു കൈപുസ്തകമാണ് ബഡ്സ് ടു ബ്ലൂം. 1ാം ക്ലാസ്സിലെ കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ മൊഴികേൽക്കുന്ന പരിപാടി വളരെ ഭംഗിയായി നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന മൊഴികേൽക്കം പരിപാടി ഈ സ്കൂളിൽ ആവേശകരമായി നടന്നു. കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകളും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച മൊഴികേൽക്കം പരിപാടി രാമപുരം CRC കോർഡിനേറ്റർ ശ്രീ സാജൻ S ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വർഷക്കാലം 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ തയ്യാറാക്കിയ വിവിധ പഠന പ്രവർത്തനങ്ങളുടെയും സൃഷ്ടികളുടെയും
പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ഈ പരിപാടി കാണാനെത്തിയ എല്ലാ രക്ഷിതാക്കളും കുട്ടികളുടെ ഈ കഴിവുകളിൽ സംതൃപ്തരായിരുന്നു. മുൻ വർഷങ്ങളിലെ പോലെ പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം ഈ വർഷവും നിരവധി സമ്മാനങ്ങളാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കിയത്. ശാസ്ത്രോത്സവം ഫസ്റ്റ് ഓവറോൾ, കലോത്സവം ഫസ്റ്റ് ഓവറോൾ, സ്പോർട്സ് ഫസ്റ്റ് ഓവറോൾ, DCL കലോത്സവം, DCL IQ സ്കോളർഷിപ്പ്, KCSL, വിദ്യാരംഗം, ചാവറ എവ്പ്രാസ്യ ബെനീഞ്ഞ, സബ് ജില്ലാ സ്വദേശ് മഗാക്കിസ്, അരങ്ങ് 2K25 ചിത്രരചനാ മത്സരം തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. നമ്മുടെ സ്കൂളിലെ PTA എക്സിക്യൂട്ടീവും നല്ല പാഠം ക്ലബും ചേർന്ന് രക്ഷിതാക്കൾക്ക് വേണ്ടി ഡിജിറ്റൽ ലൈഫ് ഫോർ സ്മാർട്ട് പേരൻറ്റിംഗ് എന്ന വിഷയത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. ആധുനിക കാലഘട്ടത്തിൽ കുട്ടികളുടെ വളർച്ചയിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് രക്ഷിതാക്കൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ക്ലാസ്സിൽ ചർച്ച ചെയ്തു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും റിസർച്ചറുമായ ശ്രീമതി ജിൻസി ജോസഫ് ക്ലാസ് നയിച്ചു. മൊബൈൽ ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെയും അമിത ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, സൈബർ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ അവർ രക്ഷിതാക്കൾക്ക് വിശദീകരിച്ചു നൽകി. വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ സ്കൂൾ ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. ബാലറ്റ് പേപ്പറിലെ വോട്ടിംഗ് രീതി കുട്ടികൾക്ക് കൗതുകമായി. ദിനാചരണങ്ങൾ ആഘോഷമാക്കി SHLP ടീം. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഓണക്കളികളും ഓണസദ്യയും ഒരുക്കി ഓണാഘോഷം. സ്വാതന്ത്ര്യദിനം, ശിശുദിനം, ക്രിസ്മസ് ആഘോഷം, റിപ്പബ്ലിക് ദിനം എന്നിവ സ്കൂൾ മാനേജ്മെന്റും PTAയും ചേർന്ന് വൻ വിജയകരമാക്കി തീർത്തു. ഞങ്ങളുടെ സ്കൂൾ സ്വന്തമായ ഒരു ന്യൂസ് ചാനൽ തുടങ്ങി, SHLP ന്യൂസ്. ഓരോ ആഴ്ചയിലും സ്കൂളിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ അധ്യാപക പിന്തുണയോടെ കുട്ടികൾ തയ്യാറാക്കി കുട്ടി വാർത്തയായി വായിച്ച് സ്കൂൾ YouTube ചാനലിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നു. നമസ്കാരം, SHLP ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ഞങ്ങളുടെ സ്കൂളിൽ റേഡിയോ നിലയ്ക്ക് കേട്ടു തുടങ്ങി. ലഹരിക്കെതിരെ കഴിഞ്ഞ അധ്യയന വർഷം നമ്മൾ ജാഗ്രത എന്ന പേരിൽ ഒരു മികച്ച ഷോർട്ട് ഫിലിമാണ് ഒരുക്കിയത്. മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുത്ത ജാഗ്രതയ്ക്ക് ശേഷം ഈ വർഷം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു മ്യൂസിക്കൽ വീഡിയോ ആൽബം പുറത്തിറക്കാനുള്ള ഐഡിയ വരുന്നത്. അതിന് പ്രകാരം SHLP സ്കൂളിലെ മികച്ച 3 ഗായികമാരെ കണ്ടെത്തി പൂർണ്ണമായും കുട്ടികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി നമ്മുടെ ഹരീഷിന്റെ നേതൃത്വത്തിൽ ഒരു മികച്ച വീഡിയോ ആൽബം കരുതൽ എന്ന പേരിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അഡാർട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കരുതൽ മ്യൂസിക് ആൽബം തയ്യാറാക്കി. ക്യാം മീഡിയ രാമപുരവും ജെംസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ലഹരിക്കെതിരെ കരുതൽ മ്യൂസിക് ആൽബത്തിന് പിന്തുണ നൽകി. പ്രതീക്ഷകളുമായി പറന്നുയരുന്ന കുരുന്നു സ്വപ്നങ്ങളുടെ ചിറകരിക്കുന്ന ലഹരി വിപത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണിത്. പൂർണ്ണമായും SHLP സ്കൂളിലെ കുട്ടികളും PTAയും ചേർന്നൊരുക്കിയ കരുതൽ ആൽബം സമൂഹത്തിൽ മികച്ച പ്രതികരണമാണ് നേടിയത്. വിനോദവും വിജ്ഞാനവുമായി നടത്തിയ പഠനയാത്ര രസകരമായിരുന്നു. ഇലഞ്ഞിപ്പൂക്കൾ, മെട്രോ, സാഗരറാണി, ചിറ്റിലപ്പള്ളി പാർക്ക് എന്നിവിടങ്ങളിലൂടെ LP സ്കൂളിലെ കുട്ടികൾ നടത്തിയ പഠനയാത്ര മനോഹരമായിരുന്നു. ഏറ്റുമാനൂർ വേൾഡ് പാർക്കിൽ പോയ കാർമൽ നഴ്സറി സ്കൂളിലെ കുട്ടികൾക്കും പഠനയാത്ര വേറിട്ടൊരു അനുഭവമായിരുന്നു. അതോടൊപ്പം കുറവിലങ്ങാട് സയൻസ് സിറ്റി സന്ദർശിക്കുവാനും കുട്ടികൾക്ക് അവസരമുണ്ടായി. ചെങ്ങാതിക്കൊരു മരം പദ്ധതിയുടെ ഒരു റീല് ചെയ്യുവാൻ HM-ഉം PTAയും ടീച്ചേഴ്സും എല്ലാം കൂടെ തീരുമാനിച്ചു. അതിനെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ കുട്ടികൾ കൂടെ നിന്നു. അതിന് കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച റീലിനുള്ള ഒരു പുരസ്കാരവും നമുക്ക് കിട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ചങ്ങാതിക്കൊരു മരം പദ്ധതിയുടെ റീൽസ് PTA എക്സിക്യൂട്ടീവ് അംഗം ഹരീഷിന്റെ സഹായത്തോടെ പുറത്തിറക്കി. ഈ റീൽസ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ചങ്ങാതിക്കൊരു മരം റീൽസിന് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം ലഭിക്കുകയുമുണ്ടായി. ഇതെല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് നോക്കിക്കോണോടി. പാഠ്യവിഷയങ്ങൾ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിൽ മുൻനിരയിൽ എത്തുന്നതിന് ഉയർന്ന പ്രവർത്തനങ്ങളാണ് ഈ സ്കൂൾ കാഴ്ചവെക്കുന്നത്. CM കിഡ്സ് സ്കോളർഷിപ്പ്, ലൂമിനറി പരീക്ഷ, കിഡ്സ് പ്രോഗ്രാം തുടങ്ങി പാഠ്യവിഷയങ്ങളോടൊപ്പം സ്പോർട്സ്, കരാട്ടെ, ഡാൻസ്, സംഗീതം, ചിത്രരചന തുടങ്ങിയ കുട്ടികളുടെ സർഗവാസനകളെ വികസിപ്പിക്കുന്ന പാഠ്യേതര വിഷയങ്ങൾ മികച്ച പ്രകടനം നൽകാൻ ഈ സ്കൂളിന് സാധിക്കുന്നു. നഴ്സറി സ്കൂൾ മുതലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സുരക്ഷിതത്വത്തിനും കരുത്തും കാവലുമാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ദിവ്യ കളറിംഗ് മത്സരത്തിൽ
ഞങ്ങൾ 100 കുട്ടികൾ പങ്കെടുത്തു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ മെഴുകുതിരി തെളിച്ച് പ്രാർത്ഥിച്ചു. വയനാട് ജില്ലയിലെ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ 52 വിദ്യാർത്ഥികളെ അനുസ്മരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. LP സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് SHLP സ്കൂൾ. അമൃത TV കോമഡി മാസ്റ്റേഴ്സ് പരിപാടിയിൽ 12 കുട്ടികളെ അധ്യാപകരുടെയും PTA നേതൃത്വത്തിൽ പങ്കെടുപ്പിച്ചു. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നല്ല ഗംഭീരമായിട്ടായിരുന്നല്ലോ ഇവിടെ പെർഫോം ചെയ്തത്. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം കിടിലങ്ങളാണ്. നമുക്കൊരു ചാനലുണ്ട്, ആ ചാനൽ നമ്മൾ ഫണ്ട് എന്റർടൈൻമെന്റ് ഉണ്ട്, ന്യൂസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പഠിത്തമില്ല, പക്ഷെ ഇവർക്കാണെങ്കിൽ പഠിത്തമുണ്ട്. എന്താ അല്ല, നമ്മൾ പഠിച്ചിറങ്ങി, പക്ഷെ ഒരു സ്കൂളില് പഠിപ്പ് നടക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ സ്പോർട്സ് ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ കൃഷിയുണ്ട്, ഒരു ചാനൽ സ്വന്തമായിട്ടുണ്ട്, അവിടെ ന്യൂസ് ഉണ്ട്, FM ഉണ്ട്, ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. 24 ന്യൂസ് ചാനലിന്റെ ശിശുദിനത്തിലെ പ്രത്യേക പരിപാടിയിൽ കേരളത്തിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 വിദ്യാർത്ഥികളിൽ ജിയന്ന മേരി മെൽബിക്ക് ഈ സ്കൂളിൽ നിന്നും പങ്കെടുക്കാൻ സാധിച്ചത് SHLP ന്യൂസ് ചാനൽ വഴിയുണ്ടായ ഒരു മികവാണ്. പാട്ടും ഡാൻസും മാത്രമല്ല, സിനിമ അഭിനയം ഉണ്ട് ഞങ്ങളുടെ SHLPയിലെ കുട്ടികൾക്ക്. രാജേഷ് അമനഗര സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസനും ദേവനന്ദയും അഭിനയിച്ച കല്യാണമരം എന്ന സിനിമയിലെ ഗാനരംഗങ്ങളിൽ നമ്മുടെ സ്കൂളിലെ 15ഓളം കുട്ടികൾക്ക് അഭിനയിക്കുവാൻ സാധിച്ചു. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ടീം SHLPയെ തേടി അനവധി പുരസ്കാരങ്ങളാണ് എത്തിയിരിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി പ്രവർത്തന മികവുകൾ നേരിട്ട് മനസ്സിലാക്കിയ ശ്രീ മാണി സി കാപ്പൻ MLA തുടർച്ചയായ 2ാം വർഷവും അദ്ദേഹത്തിന്റെ MLA എക്സലൻസ് അവാർഡ് ടീം SHLPക്ക് നൽകുകയുണ്ടായി. കൂടാതെ പാലാ രൂപതയിലെ മികച്ച കൃഷിത്തോട്ടം 1ാം സ്ഥാനം, മികച്ച കൃഷിത്തോട്ടത്തിനുള്ള രാമപുരം JCIയുടെ അവാർഡ്, ലാംഗ്വേജ് എംപവർമെന്റ് അവാർഡ് 2ാം സ്ഥാനം, ചങ്ങാതി കുരുമരം റെയിൽസ് മത്സരം ജില്ലാതല 1ാം സ്ഥാനം, പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച ഹരിത വിദ്യാലയം 1ാം സ്ഥാനം, രാമപുരം പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയം, സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ സംസ്ഥാന തലത്തിൽ പ്രഖ്യാപിച്ച മികച്ച സ്കൂൾ കൃഷിത്തോട്ടത്തിനുള്ള അക്ഷയശ്രീ പുരസ്കാരം എന്നിങ്ങനെ ടീം SHLPയുടെ ജൈത്രയാത്ര തുടരുകയാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ വിപുലമായ കാർഷിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ PTA നേതൃത്വത്തിൽ കാർമൽ നഴ്സറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് പ്ലാവിൻ തൈയും ചാമ്പത്തൈയും നട്ട് ഈ വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. പ്രകൃതിയെയോ അതിലെ ആവാസ വ്യവസ്ഥകളെയോ നശിപ്പിക്കാതെ നൂതന കൃഷി സങ്കേതങ്ങൾ ഉപയോഗിച്ച് മെച്ചപ്പെട്ട വിളവ് ഉറപ്പുവരുത്തുക എന്നതാണ് SHLP സ്കൂൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ വളർത്തുകയും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളെ കൃഷിയുമായി ചേർത്തുകൊണ്ട് കാർഷിക വിളകളുടെ ഉൽപാദനം, അധ്വാനശീലം, സഹകരണ മനോഭാവം എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ പ്രായോഗിക അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മികവാർന്ന രീതിയിൽ സ്കൂളിൽ കൃഷി ചെയ്യുന്നു. കൂട്ടായ്മയുടെയും സമർപ്പണത്തിന്റെയും വിജയമന്ത്രം സ്കൂളിന് കരുത്തു പകരുന്നു. ഈ വർഷം സ്കൂളിൽ ഞങ്ങൾ നൂതനമായ കൃഷിരീതികൾ ആരംഭിച്ചു. അത് വളരെ വിജയമായിരുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ തുടങ്ങി അതുപോലെ തന്നെ ഇവിടെ വിളയിക്കാൻ ബുദ്ധിമുട്ടുന്ന എല്ലാ കൃഷികളും, പച്ചക്കറികളിൽ കോളിഫ്ലവർ, കാബേജ്, ബ്രോക്കോളി, ബജി മുളക്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ നല്ല വിളവ് കിട്ടി. വളരെ നന്നായിട്ട് വന്നു. കൃഷിയെ ടെക്നോളജിയും കൂടെ സംയോജിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് വന്നു. ഈ വർഷത്തെ കൃഷിയിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡ്രിപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നു. ആ ഡ്രിപ്പിലൂടെ നമുക്ക് വളങ്ങൾ കൊടുക്കാൻ പറ്റും. മൾച്ചിങ് ഷീറ്റ് കവർ ചെയ്തിട്ടുള്ള നൂതന കൃഷി രീതിയാണ്. ആ രീതിയിലൂടെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 21 ഇനത്തോളം പച്ചക്കറികളും ഇലക്കറികളായിട്ട് 8 ഇനവും, പുല്ലുവർഗത്തിൽപ്പെട്ട നെല്ല്, കരിമ്പ് അതുപോലെയുള്ളവ 3 ഇനവും, സുഗന്ധവ്യഞ്ജനങ്ങൾ 5 ഇനത്തിലും, കിഴങ്ങ് വർഗത്തിൽ ഏതാണ്ട് 10 ഇനത്തോളം, പഴവർഗ്ഗ ചെടികൾ കിട്ടാവുന്നിടത്തും കളക്ട് ചെയ്യേണ്ട 18 എണ്ണമായിട്ടുണ്ട്. കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഔഷധ സസ്യങ്ങൾ 28 ഇനത്തോളം ഞങ്ങളിപ്പോൾ നട്ടു വളർത്തിയിട്ടുണ്ട്. ശരിക്കും ജൈവ കൃഷി രീതിയാണ് അവലംബിക്കുന്നത്. പിന്നെ വളത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ജീവാമൃതമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഈ കൃഷിയിടത്തിലോട്ട് ഇറങ്ങുമ്പോഴുള്ള സന്തോഷവും അവരുടെ ആവേശവും എല്ലാം കണ്ടപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ഇതിനകത്ത് വളരെ എനർജറ്റിക് ആയെന്നുള്ളതൊരു വസ്തുതയാണ്. ഈ കുട്ടികൾ നാളെ നല്ല കാഴ്ചപ്പാടുള്ള നല്ല കർഷകരാകും എന്ന് തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ കൃഷിക്ക് ശക്തി പറഞ്ഞ ജൈവവളമാണ്. അതിനുവേണ്ടി ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ചു. കാർഷിക മേഖലകളിൽ നമ്മുടെ സ്കൂള് മെച്ചപ്പെട്ട നിലയിൽ എത്തിയതിന് ഏറ്റവും വലിയ തെളിവാണ് മീൻ വളർത്തുന്ന പടുതാക്കുളവും തേനീച്ച വളർത്തലും. 8 അടി നീളത്തിലും 6 അടി വീതിയിലും കുഴിയെടുത്ത് കുളമുണ്ടാക്കി പടുത വിരിച്ച്
വെള്ളം നിറച്ച് സിലോപ്പിയ ഇനത്തിൽപ്പെട്ട മീനെയും വരാൽ ഉൾപ്പെടെയുള്ള മീനെയുമാണ് വളർത്തുന്നത്. കൂടാതെ തേനീച്ച വളർത്തലും നടത്തുന്നു. തേനീച്ച വളർത്തൽ വഴി തേൻ ലഭിക്കുന്നു. കൂടാതെ കാർഷിക മേഖലയ്ക്ക് ഇത് നല്ല ഒരു അഭിവൃദ്ധിയും നൽകുന്നു. നമ്മുടെ സ്കൂളിലെ കൃഷിത്തോട്ടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വളരെയധികം പ്രമുഖരാണ് ഇവിടെ എത്തിച്ചേർന്നത്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ. പ്രകൃതിയുമായിട്ട് യോജിച്ചു പോകുന്ന കുട്ടികളെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഭാവിയിൽ അവർക്ക് പ്രകൃതിയെ മനസ്സിലാക്കാനും അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനും അത് ഗുണം ചെയ്യും. ശ്രീ ഫ്രാൻസിസ് ജോർജ് MP. വളരെ മാതൃകാപരമായി രാമപുരം SHLPS പ്രവർത്തിക്കുന്നു. ഈ രംഗത്ത് പ്രത്യേകിച്ച് കർഷകരും കാർഷിക മേഖലയെയും സ്നേഹിക്കാൻ, അതിനോട് ചേർന്ന് നിൽക്കാനൊക്കെ നമ്മുടെ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നല്ല പ്രവർത്തനത്തിന് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ശ്രീ ജോസ് കെ മാണി MP. എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പരിസരത്ത് ഒന്നുമില്ല ഈ ജില്ലയിലുണ്ടെന്ന് തോന്നുന്നില്ല. അത്ര മനോഹരമായി ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കർഷകർ, ഇതുമായി ബന്ധപ്പെട്ടുള്ള PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ എല്ലാ ആശ്രമങ്ങളും മിടുക്കന്മാരായി വന്നു. മാനസികാപ്പൻ MLA. 100 സ്കൂളുകളിൽ മിനിമം പോയിട്ട് ഒരു സ്കൂളിലും ചിലതൊക്കെ ചെറിയ തോതിൽ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. ഒരു MLA എക്സലൻസ് അവാർഡ് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഉഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധുമോൾ ജേക്കബ്, രാമപുരം AEO ശ്രീമതി ജോളിമോൾ ഐസക്, ശ്രീ ലിസമ്മ മത്തച്ചൻ, BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻ ലാൽ. പച്ചക്കറികൾ ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. തുടങ്ങി ഒട്ടനവധി പ്രമുഖരാണ് നമ്മുടെ സ്കൂളിലെത്തിയത്. കർഷക ദിനത്തിൽ പുരാവസ്തു പ്രദർശനം നടത്തിയത് കുട്ടികളിൽ കൗതുകമുണർത്തി. കർഷക ദിനാചരണത്തിനെത്തിയ സ്കൂൾ മാനേജർ ബെർക്കുമാൻസ് കുന്നുംപുറത്തച്ഛൻ കൃഷിസ്ഥലം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. രാമപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോളിമോൾ ഐസക് ടീച്ചർ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം ഉദ്ഘാടനവും നടത്തി. പഴയകാല കൃഷി ഉപകരണങ്ങളെയും പുരാവസ്തുക്കളെയും കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിന് സ്കൂൾ തല പ്രദർശനം ഉപകരിച്ചു. വിളവെടുപ്പ് വിജയപ്രദമാക്കുവാൻ നാനാ മേഖലകളിൽ നിന്നും എത്തിച്ചേർന്ന കൃഷിക്ക് ഊർജ്ജം നൽകി. പാലാരൂപത പ്രോട്ടോസിൻ ജലൂസ് ഡോക്ടർ ജോസഫ് തടത്തിൽ, പാലാരൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേത്താനം, കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാല, PSWS ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കൽ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ശ്രീ ബൈജു ജോൺ പുതുരുത്തിയാലിൽ, ശ്രീ സണ്ണി അഗസ്റ്റിൻ പൊരുന്നക്കോട്, CMC പ്രൊഫഷണൽ സുപ്പീരിയർ സിസ്റ്റർ സിജി തെരേസ്, CMC എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ മേരി തോമസ്, ടെലിവിഷൻ സിനി ആർട്ടിസ്റ്റുകളായ ശ്രീ മനോജ് പണിക്കർ, ശ്രീ റജി രാമപുരം, ലയൺസ് JCA എന്നീ സംഘടനകളിലെ പ്രതിനിധികളും വിളവെടുപ്പിന് നേതൃത്വം നൽകി. സ്കൂളിലെ കൃഷി വെറും ഒരു വിളവെടുപ്പ് മാത്രമായിരുന്നില്ല, നന്മയുടെയും കനിവിൻ്റെയും ഒരു പാഠവും കൂടിയായിരുന്നു. സ്കൂളിലെ ജൈവ പച്ചക്കറി തോട്ടത്തിൽ നിന്നും വിളവെടുത്ത പച്ചക്കറികൾ പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ നിർധരായ രോഗികൾക്ക് ഭക്ഷണം നൽകുന്ന കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യമായി നൽകി. സ്വന്തം അധ്വാന ഫലം മറ്റുള്ളവരുടെ വിശപ്പകറ്റാൻ നൽകിയിലൂടെ വിളവെടുപ്പ് മാത്രമല്ല, പങ്കുവയ്ക്കൽ എന്ന വലിയ പാഠവും കുട്ടികൾ അഭ്യസിച്ചു. സ്കൂൾ മുറ്റത്ത് കുട്ടികൾ തന്നെ നട്ടു നനച്ച് വളർത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ക്ഷേത്രത്തിലും പള്ളിയിലും കുട്ടികൾ സമർപ്പിച്ചു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമായി ഇതിനെ മാറ്റാൻ സ്കൂൾ മാനേജ്മെന്റും കുട്ടികളും തീരുമാനിച്ചപ്പോൾ നന്മയുടെ വലിയൊരു പാഠം രചിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. ലഭിച്ച നൂറുമേനി വിളവ് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുകയും ബാക്കി വരുന്നവ കുട്ടികൾക്ക് വീടുകളിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തു. വിഷരഹിതമായ പച്ചക്കറി കിട്ടിയത് കൊണ്ട് എല്ലാ ദിവസവും കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ സർവേശ്വരന്റെ പാദങ്ങളിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. വരും വർഷങ്ങളിൽ ഇനിയും മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുൻപോട്ടു പോകാൻ ഈ സ്കൂളിനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സാദരം സമർപ്പിക്കുന്നു. നന്ദി.